അമാവാസി ദിനമാണ് ഒടിവിദ്യയ്ക്കായി ഒടിയന്മാർ തിരഞ്ഞെടുത്തിരുന്നത്. പലപ്പോഴും ഒടിവിദ്യ ഏൽക്കുന്ന ആൾ അവരറിയാതെ തന്നെ മരണത്തിലേക്കോ അല്ലെങ്കിൽ അമിത ഭയത്തിലേക്കോ മാനസിക നില തെറ്റിയോ എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒടിവിദ്യ എന്ന വിശ്വാസം ഈ കാലഘട്ടത്തിൽ പോലും പലരും വിശ്വസിച്ചു പോയിരുന്നു. ഒടിയൻ്റെ വിദ്യകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. പണ്ട് കാലങ്ങളിൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരോട് മേലാളന്മാർ വളരെയധികം ക്രൂരമായാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും പോലും ഇവർ വെറുതെ വിട്ടിരുന്നില്ല. ഇതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഒടിയൻ എന്ന മിത്ത് രൂപപ്പെടുന്നത്. മണ്ണ് കുഴച്ച് ഒരു ബിംബമുണ്ടാക്കി ഇത് തീയിലിട്ട് കരിച്ചെടുത്ത് കരിങ്കുട്ടി എന്ന ഒരു ബിംബമുണ്ടാക്കിയെടുത്തു. ഇതിനോടുള്ള സ്ഥിരമായ ഉപാസന മൂലം ആ ബിംബത്തിന് ശക്തി വരികയും ഇഷ്ടവരം പാണന് നൽകുകയും ചെയ്തു. വരം ഇങ്ങനെയായിരുന്നു: തങ്ങളെ ദ്രോഹിക്കുന്നവരെ ഇഷ്ടരൂപത്തിൽ ചെന്ന് മായാജാലം കാണിച്ച് പീഡിപ്പിക്കുകയും വേണമെങ്കിൽ ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതിനുള്ള വരം കരിങ്കുട്ടി നൽകി. എന്നാൽ അതിന് ശക്തി ലഭിക്കുന്ന ഒരു മരുന്ന് തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അതിനായുള്ള വിദ്യകളും മറ്റും എല്ലാം കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു. വിചാരിച്ച അത്രയും എളുപ്പമല്ലായിരുന്നെങ്കിലും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടുന്നതിനും അവർ തയ്യാറായിരുന്നു. ഒടിമരുന്ന് തയ്യാറാക്കുന്നതിന് കടിഞ്ഞുൽ ഗർഭമുള്ള അന്തർജനത്തിൻ്റെ മറുപിള്ളയെ തന്നെ വേണമായിരുന്നു. ഇത്തരത്തിൽ ഉള്ള അന്തർജനങ്ങളെ കണ്ടെത്തി മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് വയറു കീറി മറുപിള്ളയെ പുറത്തെടുക്കുന്നതായിരുന്നു രീതി. എന്നാൽ വയറു കീറിയ മുറിവ് മറയ്ക്കുന്നതിനുള്ള മായവിദ്യയും ചെയ്ത് പിന്നീട് രാവിലെയാവുമ്പോഴേക്ക് ഇവർ മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.